മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ജനുവരി 2025 കേരള PSC നടത്തുന്ന എക്സാംസിൻ്റെ ടൈം ടേബിൾ ഒന്ന് നോക്കാം. അതിൻ്റെ ഡേറ്റും ഏതൊക്കെ എക്സാംസ് എന്നതൊക്കെയാണ് വരുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിന് എത്ര ഹവേഴ്സ് നമുക്ക് എക്സാം ഡ്യൂറേഷൻ കിട്ടും, അതുപോലെ തന്നെ ഏത് ഡേയ്സിലാണത് വരുന്നത്, ഏത് കാറ്റഗറിയാണ്, പിന്നെ അതുപോലെ തന്നെ നമുക്കതേ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അതിൽ എത്ര അപ്ലൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് കാറ്റഗറി 32/2024 ആണ്. ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. ഓക്കെ, അത് 4-ാം തീയതി സാറ്റർഡേ ആണ് വരുന്നത്. അപ്പോൾ അതിൽ ടോട്ടൽ അപ്ലൈ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 3924 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ സിലബസിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ വേണമെങ്കിൽ ഈ ഒരു ലിങ്ക് മീൻസ് ഇതിൻ്റെ PDF-ൻ്റെ ഒരു ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സിലബസ് നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 004/2024 അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസേഴ്സ് ആണ് കേട്ടോ. മെഡിക്കൽ ലൈനിലോട്ടുള്ള ഒരു വേക്കൻസിയാണ്. 6-ാം തീയതിയാണ് പിന്നെ വരുന്നത്, അതും തിങ്കളാഴ്ച. അതിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എത്രയാണ്? 8596 പേരാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെയും സിലബസ് സൈഡിൽ കിടപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് വരുന്നതെന്ന് പറഞ്ഞാൽ 682/2023 ആണ്. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് 2, അങ്ങനെ 2 പേരുണ്ട് ആ ഒരു തസ്തികയിൽ. അതുപോലെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് 7-ാം തീയതി ചൊവ്വാഴ്ചയാണ് വരുന്നത്. അതിലും നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. 1.5 മണിക്കൂറാണ്. 31,320 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ആൾക്കാർ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സിലബസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് 687/2023 ആണ്. അതിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിങ് ആൻഡ് ഗാർമെൻറ്റ് മേക്കിംഗ് ട്രെയിനിങ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ് വേണ്ടത് കേട്ടോ. സ്റ്റേറ്റ് വൈഡ് ആണ്. അതുപോലെ എക്സാം വരുന്നത് 8-ാം തീയതി ബുധനാഴ്ചയാണ് കേട്ടോ. ഇംഗ്ലീഷിലാണ് പേപ്പർ വരുന്നത്. 2455 പേരാണ് ഇതിന് അപ്ലൈ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 671/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ കോസ്മെറ്റോളജി. ഓക്കെ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആ ഒരു ഇതിലേക്കാണ്. എക്സാം വരുന്നത് 9-ാം തീയതി വ്യാഴാഴ്ചയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണ് അതും വരുന്നത്. അപ്ലൈ ചെയ്തേക്കുന്നത് 4609 പേരാണ് അതിന് അപ്ലൈ ചെയ്തേക്കുന്നത്. അടുത്തത് വരുന്നത് 642/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രസ് മേക്കിംഗ് ആണ്. ഓക്കെ, അതും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്. അത് വെള്ളിയാഴ്ചയാണ്, 10 വെള്ളിയാണ്. ഇംഗ്ലീഷിൽ ആണ് അത് വരുന്നത്. 5584 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സിലബസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് 11-ാം തീയതി കുറച്ചേറെ എക്സാംസ് വരുന്നുണ്ട്, കാരണം അത് സാറ്റർഡേ ആണ്. അതുപോലെ തന്നെ പ്രീലിയം എക്സാം ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ലിസ്റ്റൊക്കെ ഒന്നിച്ച് ഞാൻ വായിക്കാം. സ്റ്റോർ കീപ്പറുണ്ട്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, വീണ്ടും സ്റ്റോർ കീപ്പർ തന്നെ മറ്റൊരു കാറ്റഗറി ഉണ്ട് 259/2023 എന്ന് പറഞ്ഞിട്ട്. പിന്നെ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, അതും പ്രിലിമിനറി എക്സാമിനേഷനാണ്. വീണ്ടും വേറെ ഒന്നുകൂടെ ഉണ്ട്, സ്റ്റേജ് 2 എന്ന് പറഞ്ഞിട്ടുള്ളത്, അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ. പിന്നെ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ വീണ്ടും വരുന്നുണ്ട്, ആ സെയിം കാറ്റഗറി തന്നെ. അതും പല സ്റ്റേറ്റിലാണ് കേട്ടോ. പല ഡിസ്ട്രിക്റ്റിൽ ഒരു ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെ ഇത്രയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. തിരുവനന്തപുരം ഉണ്ട്, എറണാകുളം ഉണ്ട്, പാലക്കാടുണ്ട്. എല്ലാത്തിൻ്റെയും ഡേറ്റ് വരുന്നത് 11 ജനുവരിയിലാണ് കേട്ടോ. 100 മാർക്കിൻ്റെ ആണ്. മലയാളം, തമിഴ്, കന്നഡ ഈ 3 ലാംഗ്വേജാണ്. 1.25 മണിക്കൂറാണ്. അതുപോലെ സിലബസ് എല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. താഴെ വീണ്ടും നമുക്ക് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക്, ലാബറട്ടറി അസിസ്റ്റൻറ്റ് അതും മറ്റേ സെപ്പറേറ്റ് ഡിസ്ട്രിക്റ്റിലേക്കാണ് കേട്ടോ. എല്ലാം ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്,
മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എല്ലായിടത്തും ഉണ്ട്. ഡേറ്റ് 11 തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പല പല ഡിസ്ട്രിക്റ്റിലെ പ്രിലിയം ആയതുകൊണ്ട് പല ഡേറ്റിലാണെന്ന് ആരും വിചാരിക്കരുത്. ഈ ഒരു ഡേറ്റ് കൺഫേം ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ, ഈ ഒരെണ്ണം. കാരണം ചിലപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാലോ. 100 മാർക്കിനാണ്. മലയാളം, തമിഴ്, കന്നഡ 1.25 മണിക്കൂർ. സിലബസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 11-ാം തീയതി നമുക്ക് ഓഫീസ് അറ്റൻഡൻറ്റ്, പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 2 ഇതൊക്കെ ഒറ്റൊരു എക്സാം ആയിട്ടാണ്. ഈ സെയിം ഡേ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് വെച്ച് പല എക്സാം അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഈ മേളിവാശി 11-ാം തീയതി വരുന്നതെല്ലാം പ്രിലിമിനറി എക്സാമിനേഷൻ എല്ലാം ഒറ്റ പേപ്പറായിരിക്കുമേ. അപ്പോൾ പേടിക്കേണ്ട ആരും. ഒറ്റ പേപ്പർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പലതിനും പല രീതിയിൽ പഠിക്കണമല്ലോ, പല സ്കൂളിലായിരിക്കുമല്ലോ, അങ്ങനെയുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളോ ഒന്നും വേണ്ട. എല്ലാം ഈ പ്രിലിമിനറി എക്സാം ഇവിടെ കൊടുത്തേക്കുന്ന അത്രയും 11-ാം തീയതി ജനുവരി ശനിയാഴ്ച ദിവസം തന്നെ നടത്തും. അതും ഒറ്റ പേപ്പറായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒന്നും അപ്ലൈ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. 1.25 മണിക്കൂറാണ്. ബാക്കിയുള്ള പ്രൊഫഷണൽ എക്സാം പോലെ 1.5 മണിക്കൂറല്ല. അതുപോലെ മലയാളം, തമിഴ്, കന്നഡയാണ്. പ്രൊഫഷണൽ എക്സാം പോലെ ഇംഗ്ലീഷുമല്ല. ഈ ഒരു സംഭവം മൈൻഡിൽ വെക്കണം കേട്ടോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത കാറ്റഗറി വരുന്നത് 641/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഹോർട്ടിക്കൾച്ചർ ആണ്. അത് 11-ാം തീയതി കഴിഞ്ഞ് പിന്നെ PSC എക്സാം വരുന്നത് 17-ാം തീയതി ജനുവരിയിലാണ് കേട്ടോ. 17 ജനുവരിയിൽ OMR എക്സാമാണ്. ഇംഗ്ലീഷാണ്. 1.5 മണിക്കൂറുണ്ട്. അപ്ലൈ ചെയ്തത് അവിടെ കൊടുത്തിട്ടുണ്ട്. 2278 പേരാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 006/2024 ആണ്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. 18 ശനിയാണ്. അപ്ലൈ ചെയ്തത് 3650 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നത് 644/2023 ആണ്. ജൂനിയർ ഇൻസ്ട്രക്ഷൻ ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ. ഓക്കെ. എക്സാം വരുന്നത് 20 തിങ്കളാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണ്. 1.5 മണിക്കൂർ. 5492 പേര് ആണ് ഇതിന് അപ്ലൈ ചെയ്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 663 ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിസ്റ്റ്. ഓക്കെ. അതും 21 ചൊവ്വാഴ്ചയാണ്. ഇംഗ്ലീഷ് 1.5 മണിക്കൂർ. 9965 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ 440/2022 ആണ്. സെക്രട്ടറി കം ഫിനാൻസ് മാനേജറാണ് കേട്ടോ. അത് നമുക്ക് ബുധനാഴ്ചയാണ് വരുന്നത്. ഇംഗ്ലീഷിലാണ്. 1.5 മണിക്കൂറാണ്. 10 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ആകെ 10 പേരേ ഉള്ളൂ. അപ്പം അതിൽ 5 പേർക്കെങ്കിലും കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്ലൈ ചെയ്തവരെല്ലാം പോയി എഴുതുക കേട്ടോ. പിന്നെ വരുന്നത് 129/2024 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിലാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കാണ് ഇത് വിളിച്ചേക്കുന്നത് കേട്ടോ. 22 ബുധനാണ് എക്സാം വരുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് 1.5 മണിക്കൂർ. 54 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ. പിന്നെ വെറ്റിനറി സർജൻ 068/2024 ബുധനാഴ്ചയാണ്. 22 ബുധനാഴ്ചയാണ് പരീക്ഷ. ഇപ്പോൾ 1254 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാനേജർ 545/2023 മാനേജർ എന്ന് പറഞ്ഞാൽ ഇതിൽ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അതിൽ അപ്ലൈ ചെയ്തേക്കുന്ന 49 പേരാണ് കേട്ടോ. 1.5 മണിക്കൂർ എക്സാം. പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ വുഡ് വർക്ക് ടെക്നീഷ്യൻ ബുധനാഴ്ച 22-നാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂനിയർ ഇൻസ്ട്രക്ഷൻ ഇൻ മെക്കാനിക് അഗ്രികൾച്ചർ മെഷീനറി വ്യാഴാഴ്ചയാണ് വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതാ ഞാനിവിടെ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് വെള്ളിയാഴ്ചയാണ് വരുന്നത്. 10582 എണ്ണം.
ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3 ആണ് കേട്ടോ. സ്റ്റേജ് 3 മുമ്പേ നമ്മൾ കണ്ടത് സ്റ്റേജ് 2 ആണ്. ഇനി അടുത്തത് സ്റ്റേജ് 3 ആണ് ബാക്കിയുള്ളവരുടെ കേട്ടോ. അത് 25 ശനിയാഴ്ചയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞാൽ മലയാളം, തമിഴ്, കന്നഡ 1.25 മണിക്കൂർ സിലബസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റിൽ നമുക്ക് സ്റ്റോർ കീപ്പറിൻ്റെയും അസിസ്റ്റൻറ്റ് ടൈം കീപ്പറിൻ്റെയും ലാബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെയും പിന്നെ ഇതെല്ലാം ഫുൾ സ്റ്റേറ്റിൽ കുറച്ച് സ്റ്റേജായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഓഫീസ് അറ്റൻഡൻ്റ് ഉണ്ട്, പിയൂൺ, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാന്. പിന്നെ ഇതെല്ലാം 25-ാം തീയതി ശനിയാഴ്ചയാണ് വരുന്നത്. ഓക്കെ, അതിന് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, പ്രിലിമിനറി ആയതുകൊണ്ട്. പിന്നെ അടുത്ത് വരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ഷൻ മെക്കാനിക് ഡീസൽ റിക്രൂട്ട്മെൻറ്റ് തിങ്കളാഴ്ച 27 ജനുവരിയിലാണ്. പിന്നെ ഇത്രയും 1352 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിലാണ് എക്സാം. പിന്നെ വരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ഷൻ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്നുള്ള തസ്തികയിലാണ്. ചൊവ്വാഴ്ചയാണ് 28-ാം തീയതി ജനുവരിയിലാണ് ചൊവ്വാഴ്ച. 1.5 മണിക്കൂർ ഇംഗ്ലീഷിലാണ്. 13,174 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു കൗണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഷീറ്റ് മെറ്റൽ വർക്കർ ഈ 664/2023 ആണ് ഞാൻ പറയുന്നത്. ബുധനാഴ്ചയാണ് 29 ജനുവരിയിലാണ്. ഇംഗ്ലീഷിലാണ് എക്സാം. 1.5 മണിക്കൂറാണ്. 12,621 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാന് അതും വ്യാഴാഴ്ചയാണ് 30 ജനുവരിയിൽ. 1.5 മണിക്കൂർ 6,575 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് മാനേജർ ഗ്രേഡ് 4 ആണ്. അത് വെള്ളിയാഴ്ച 31 ജനുവരിയാണ് കാണിക്കുന്നത്. OMR ഓൺലൈൻ ചിലപ്പം കാണാൻ സാധ്യതയുണ്ട്. ഈ ഒരു MCOM ലെവലാണെന്ന് തോന്നി ഒരു എക്സാം. അപ്പം ഓൺലൈൻ ആയിരിക്കും മിക്കവാറും. 1.5 മണിക്കൂർ 2,176 പേരാണ് ഇതിന് അപ്ലൈ ചെയ്തേക്കുന്നത്. ഒരു വേക്കൻസിയാണുള്ളത്, കാരണം ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ഇതാണ് കേട്ടോ. പിന്നെ വീവിങ് ഇൻസ്ട്രക്ടർ, വീവിങ് അസിസ്റ്റൻറ്റ്, വീവിങ് ഫോർമാൻ മെയിൽ ഓൺലി ആണ്. പ്രീസണിലാണ് ജോലി. 31 ജനുവരിയിലാണ് അതിൻ്റെ പരീക്ഷയും. അത് ഓൺലൈൻ ആയിരിക്കും മിക്കവാറും. 524 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പം ഇത് കലണ്ടർ നോക്കാതിരിക്കാൻ മറക്കരുത്. നോക്കി എക്സാമിന് പോകണം ടൈമിന്. അപ്പം എല്ലാവരും ജനുവരി 25 ടൈം ടേബിൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കങ്ങോട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ.